ബേക്കിലാളുണ്ടോ? വരുന്നുണ്ടല്ലേ? എത്തിയല്ലോ അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതാണ് മുസ്ദലിഫ. നമ്മളിപ്പം അറഫയിൽ പോയി, അറഫയിൽ നിന്ന് നമ്മൾ നേരെ വരേണ്ടത് മുസ്ദലിഫയിലേക്കാണ്. ദിവസവും സമയവും മാറ്റമുണ്ടെന്ന് മാത്രം. അറഫയിൽ പോവേണ്ടത് ദുൽഹജ്ജ് 9 ളുഹറിന് ശേഷമാണ്. അവിടെ നിന്ന് മുസ്ദലിഫയിലേക്ക് വരേണ്ടത് ദുൽഹജ്ജ് 9 രാത്രി 10 പുലർച്ചെ 12 മണിക്ക് ശേഷമാണ്. ഇവിടെ വന്ന് നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ബാത്റൂമൊന്നും നോക്കൂല, എവിടെയെങ്കിലും സൗകര്യമുള്ള സ്ഥലത്ത് നമ്മളവിടെ കിടക്കും. എല്ലാവരും പെണ്ണുങ്ങളൊരു ഭാഗത്ത് ആണുങ്ങളൊരു ഭാഗത്ത് അവിടെ കിടക്കും. അതൊന്നും ഒരു ബുദ്ധിമുട്ടായി കാണണ്ട. ആ സമയത്ത് ഏറ്റവും സുഖമുള്ള ഒരുറക്ക് ഇവിടെയാണ്. വലിയ പണക്കാരെ കൂടെ ഹജ്ജിനൊക്കെ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറയാറുണ്ട്, ഉസ്താദേ 5 സ്റ്റാറും 7 സ്റ്റാറും ഹോട്ടലൊക്കെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്, ഈ ഒരു ഉറക്കിൻ്റെ സുഖം കിട്ടിയിട്ടില്ല എന്നാ. അപ്പോൾ നിങ്ങളൊക്കെ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന കല്ലില്ലേ, ഇതുപോലെയുള്ള ചെറിയ കല്ല് പെറുക്കണം. അല്ലാണ്ട് ഇവിടെ നിന്ന് ഇതാ ഇങ്ങനത്തെ വലിയ കല്ലൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ വലിയ കല്ലൊന്നും പെറുക്കരുത്. ഈ ചെറിയ കല്ല് പെറുക്കി 70 എണ്ണം നമ്മളൊരു കുപ്പിയിലിടും. 70 എണ്ണം ആവശ്യം, പക്ഷേ നമ്മളൊരു 5-6 കല്ലൊക്കെ കൂടുതലിടും. അത് പെറുക്കി കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്യും, നേരെ ഇൻഷാ അല്ലാഹ് ഈ മുസ്ദലിഫയിൽ നിന്ന് നമ്മളടുത്ത് ലൊക്കേഷൻ ഉണ്ടാകും, നമ്മൾ മിനായിലേക്ക് നടന്നു പോകും. മിനായിലെ ടെൻറ്റിലെത്തി കഴിഞ്ഞതിന് ശേഷം ദുൽഹജ്ജ് 10 പുലർച്ചെ നമ്മൾ ജംറത്തുൽ അഖബ, 3 ജംറ ഉണ്ട്, ഊലുണ്ട്, വുസ്ത ഉണ്ട്, അഖബ ഉണ്ട്, ലാസ്റ്റ് ജംറ. അന്നത്തെ ദിവസം ജംറത്തുൽ അഖബൻ്റെ അടുത്ത് പോകും. അവിടെ ഇങ്ങനെ ഒരു ഫുള്ളില്ല, ഒരാഫേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ വലിയ ഒരു സ്തൂപമുണ്ട്, ഒരു തൂണുണ്ട്. എല്ലാവരും പോയിട്ട് ആ തൂണിനെ എറിയുക. തൂണിനല്ല എറിയേണ്ടത്, നമ്മളതിൻ്റെ അടുത്ത് ദൂരേന്ന് പോയിട്ട് എറിയണ്ട. ഇൻഷാ അല്ലാഹ് നമുക്കടുത്ത് പോയിട്ട് എറിയാം, അതിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ എറിയാം. നമ്മളതെന്ത് ചെയ്യുക, പേടിക്കാണ്ട് നമ്മളടുത്ത് പോയിട്ട് അവിടെ നിന്ന് പുരുഷന്മാരാണെങ്കിൽ കല്ലെടുത്തിട്ട് അല്ലാഹു അക്ബർ ഇങ്ങനെ അറിയേണ്ടത്. അല്ലാഹു അക്ബർ ഉണ്ടോ, അതുകൊള്ളൂ, അങ്ങനെയാണ് അറിയേണ്ടത്. സ്ത്രീകൾ അതുപോലെ എന്ത് ചെയ്യരുത്, കക്ഷം കാണുന്ന രീതിയിൽ ഉയർത്താൻ പാടില്ല. നമ്മളെന്ത് ചെയ്യുക അറിയുക. അല്ലാതെ ചില ആൾക്കാരൊക്കെ അവിടെ നിന്ന് എറിയുക, എങ്ങനെ വരുക കല്ലും എടുത്തിട്ട് നമ്മളവിടുന്ന് നായ്ക്കളറിയില്ല, അതുപോലെ വന്നിട്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതും വലിയ കല്ലായിരിക്കും. അതല്ല, ചെറിയ കടലമണി പോലത്തെ കല്ലെടുത്തുകൊണ്ട് അവിടെ ശൈത്താനെ നമ്മൾ എറിയണം. ആ ജംറത്തുൽ അഖബയിൽ 7 പ്രാവശ്യം എറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന് പറഞ്ഞാൽ പോകുന്നത്. കല്ലേറ് കഴിഞ്ഞാൽ നമ്മളവിടെ ഒന്നും ഒരുമിച്ച് കൂടി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോരെ. എങ്ങനെയാ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പിന്നെ വന്ന് മുടി കളഞ്ഞാൽ 1-ാം തഹല്ലുലായി. പിന്നെ 2 ദിവസം കൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. 3-ാമത്തെ ദിവസമോ 4-ാമത്തെ ദിവസമോ റബ്ബ് തൗഫീഖ് നാട്ടിലേക്ക് എത്താം. ഇനി 1 മാസമേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. 70 കല്ല്. ആദ്യത്തെ ദിവസം 7, 2-ാമത്തെ ദിവസം 3 സ്ഥലമുണ്ട്, 3ഇടത്തിലും 7 വീതം എറിയണം. ഇപ്പോഴത്തെ 21 ആയി. 2-ാമത്തെ ദിവസം പിന്നത്തെ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം, 7 വീതം 3 സ്ഥലത്ത് എറിയണം. അപ്പോൾ 42 ആയി. 3-ാമത്തെ ദിവസവും അങ്ങനെ എന്ത് ചെയ്യണം, 13 21 എറിയണം. അപ്പോൾ 63 ആയി. പിന്നെ ആദ്യം എറിയേണ്ട 7, അങ്ങനെ 70 കല്ല എറിയേണ്ടത്. പിന്നെ നെഫറവലായിട്ട് പോകും ചിലപ്പം 12 തന്നെ ഏറെ അവസാനിപ്പിച്ച് നമുക്ക് പോകാം. ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി, ഒരു കുഴപ്പമില്ല എന്നാ. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, 21 കല്ല് കുറഞ്ഞു കിട്ടും, 49 കല്ല് മതി. പക്ഷേ നമ്മൾ പെറുക്കും എത്ര തന്നെ പെറുക്കുക, 70 തന്നെ പെറുക്കുക ഇൻഷാ അല്ലാഹ്. എന്നാൽ പിന്നെ ഒതു എടുത്തിട്ട് വേഗം ബസ് കയറിയാൽ നമുക്ക് എന്ത് ചെയ്യാം, വേഗം ജിറാന പള്ളി പോയാൽ റാഹത്തായിട്ട് വേഗം പോകാം. അസ്സലാമു അലൈക്കും. ഓ അവിടെ നിസ്കരിക്കാം. അതാ ഒതു അവിടെ നിന്ന് എടുക്കാം, അവിടെ ഉണ്ടല്ലോ സൗകര്യം. ഇവിടെ ഒതു ഉള്ളവരെ എടുക്കണ്ട, ഇവിടെ അവിടെ നിന്ന് എടുത്താൽ മതി. ഇതാ ഒതു അവിടെ എന്തോ പൂട്ടിക്കാൻ തോന്നുന്നുണ്ട്.